നമുക്ക് ആദ്യം Z12. Z12ലെ എലമെന്റുകൾ, Z12 എന്ന് പറയുമ്പോൾ അത് അഡീഷൻ മോഡുലോ 12 ആണ്. അപ്പൊ അതിന്റെ അകത്ത് എലമെന്റുകൾ എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇത്രമാണ് Z12ലെ എലമെന്റുകൾ. നമ്മൾ നേരത്തെ തിയറം പറഞ്ഞപ്പോൾ നമ്മൾ എന്താ അത് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് a raised to r generate g if r and n are relatively prime എന്നാ പറഞ്ഞത്. ഇവിടെ നമ്മൾ 1 ആണ് ഇവിടുത്തെ ആക്ച്വലി ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ Z12 എന്ന് പറയുന്നത് 1 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. 1 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. പിന്നെ നമ്മൾ a r പകരം r into 1 നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ബേസിക് ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ തിയറത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്തിനാണ്? നമ്മൾ G is a cyclic group with തിയറം പറയുന്നത് G is a cyclic group with generator A ആണെങ്കിൽ a raised to r generates G if r and n are relatively prime. ഇതാണ് തിയറത്തിന്റെ കൊറോളറി പറഞ്ഞ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു a raised to s ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിന് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n divided by GCD of s and n എന്നും പറഞ്ഞു. ഇവിടെ പക്ഷെ അഡീഷൻ ആണ് വരുന്നത്. അപ്പൊ a raised to r പകരം എന്താ 1 into r ഫോമിലല്ലേ വരുന്നത്. കാരണം ഇതിന്റെ ജനറേറ്റ് Z12നെ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. കാരണം 1 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1 plus 1 2 ഉണ്ട്, 2 ഉണ്ടെങ്കിൽ 1 plus 3 1 plus 3 1 plus 2 3, ഇങ്ങനെ എല്ലാ നമ്പറും 1 ഉണ്ടെങ്കിൽ കിട്ടും. അപ്പം Z12 1 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇതിന്റെ Z12ന്റെ ജനറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്. Z12നെ 1 ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് a ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ a raised to r ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലത്തെ കണ്ടീഷൻ പറഞ്ഞാൽ r എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ Z12ന്റെ അകത്ത് 1 ഒരു ജനറേറ്റർ ആണ്. അപ്പൊ ബാക്കിയുള്ള ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോം എന്താ r into 1 ഫോമിലുള്ളതല്ലേ വരുന്നത്. അപ്പൊ r ഇപ്പൊ ഈ കേസിലാണെങ്കിൽ r ജനറേറ്റ്സ്, നമ്മൾ ജനറലി പറയുന്ന r എന്ന് പറയുന്നത് ജനറേറ്റ്സ് Z12 if GCD of r and 12 equal to 1. GCD of r ഉം 12 ഉം 1 വരുന്ന നമ്പറുകളെല്ലാം ഈ Z12നെ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ 2 ഉം 12 ഉം കൂടെ GCD എന്താ 2 ആയിരിക്കുമല്ലോ. 2 ഉം ഞാൻ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ GCD of 2 and 12 എന്ന് എഴുതണം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചുമ്മാ ബ്രാക്കറ്റ് ഇടുന്നതേ ഉള്ളൂ. 2ന്റെയും 12ന്റെയും GCD എന്താ 2 ആണ്. 3യുടെയും 12ന്റെയും GCD എന്താ 3 ആണ്. കാരണം ഇത് രണ്ടും 3 കോമൺ ആണ്. 4ന്റെയും 12ന്റെയും GCD എന്താ 4 ആണ്. കാരണം 4 കോമൺ ആണ്. 5നും 12നും ആരെങ്കിലും കോമൺ ഉണ്ടോ? 5ഉം 12ഉം GCD ഉണ്ടോ? 1 ആണ്. GCD 1 അല്ലേ വരുന്നത്. 5നും 12നും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ GCD 1 ആണ്. ഇനി 6ഉം 12ഉം എടുത്താലോ GCD 6 അല്ലേ. 6 കോമൺ ഫാക്ടർ അല്ലേ. 7ഉം 12ഉം എടുക്കുമ്പോഴോ GCD 1. അപ്പൊ നമുക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. GCD എടുത്തത് മനസ്സിലായല്ലോ. ഞാൻ ഈ നമ്പേഴ്സ് എല്ലാം ആദ്യം ലിസ്റ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മള് 3, 4, 5, 6. ഇനി 8ഉം 12ഉം എടുത്താൽ GCD എന്താ 8ഉം 12ഉം GCD എത്രയായിരിക്കും? 8ഉം 12ഉം ആലോചിച്ച് നോക്കിയേ. 4 ആണ്. GCD 4 ആണ്. 8ഉം 12ഉം എടുക്കുമ്പോൾ GCD 4 വരും. കാരണം രണ്ടും കോമൺ ഫാക്ടർ 4 ഉണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള 9ഉം 12ഉം 10ഉം 12ഉം 11ഉം 12ഉം. ഇനി 9ഉം 12ഉം എടുക്കുവാണെങ്കിൽ 9ഉം 12ഉം എടുക്കുമ്പോൾ ഏതാ കോമൺ ഫാക്ടർ? 3 കോമൺ ആണ് അല്ലെ. 3. 10ഉം 12ഉം എടുക്കുമ്പോൾ 2 മാത്രമേ കോമൺ വരുന്നുള്ളൂ. 11ഉം 12ഉം എടുക്കുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 ആണ്. അപ്പൊ നമ്മൾ മൊത്തം GCD ഒന്ന് ലിസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിനകത്ത് 5ഉം 12ഉം GCD 1 ആണ്. 7ഉം 12ഉം GCD 1 ആണ്. 11ഉം 12ഉം GCD 1 ആണ്. അപ്പൊ നമ്മൾ 1 ഉള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ തിയറം അനുസരിച്ച് നമ്മൾ പറഞ്ഞു റിലേറ്റീവ്ലി പ്രൈം ഉള്ള നമ്പർ ആറും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ a raised to r G ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഇവിടെ 5ഉം 12ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 7ഉം 12ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 11ഉം 12ഉം റിലേറ്റീവ്ലി പ്രൈം. അപ്പം Z12നെ നമുക്ക് 1 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, 5 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, 7 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, 11 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ ഈ 12 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് 1, 5, 7, 11. ഈ നമ്പറുകളെല്ലാം Z12നെ ജനറേറ്റ് ചെയ്യും. ഇനിയുള്ള Z12ന്റെ അകത്ത് മൊത്തം നമുക്ക്
12 എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 4 എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് GCD2 ഉള്ളത് നോക്കാം. ഇപ്പൊ നമുക്കറിയാം GCD ഓഫ് 2 and 12 രണ്ടെണ്ണത്തിന് വരുന്നുള്ളൂ അല്ലെ. GCD ഓഫ് 2 and 12 GCD ഓഫ് 10 and 12 എന്താണ്? 2 ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ 2ഉം 10 സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ്. അപ്പൊ ഇതിന് രണ്ടിന്റെയും GCD സെയിം ആയതുകൊണ്ട് നമ്മൾ ആ തിയറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞായിരുന്നു A⁻S ഉം A⁻T യും ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പുകൾ സെയിം ആണ് ഇഫ് GCD ഓഫ് S and N is equal to GCD ഓഫ് T and N. ഇപ്പൊ ഏകദേശം തിയറം മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മള് 2ഉം 12ന്റെയും GCD 2 ആണ്, 10ഉം 12ന്റെയും GCD 2 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ 2 സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 10ഉം എന്ന് പറയുന്നത് നമ്പർ n എന്ന് നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ നമ്പർ ഓഫ് എലമെന്റ്സ് N12 ആണ്, GCD 2 ആ. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം 2ന്റെയും 12ന്റെയും GCDയും 10ന്റെയും 12ന്റെയും GCD സെയിം ആയതുകൊണ്ട് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2ഉം സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 10ഉം സെയിം ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് നമ്പറുകൾ ലിസ്റ്റ് ചെയ്താൽ 2 ഉണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 + 2 4 വരും. 4 ഉള്ളപ്പം 6 വരണം, 6 ഉള്ളപ്പം 8 വരണം, 8 ഉള്ളപ്പം 10 വരണം അല്ലെ. 2 വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 എന്ന് പറയുമ്പോൾ 12 എന്ന് പറയുന്നത് 0. പിന്നെ നമ്മൾ ഏത് നമ്പേഴ്സ് ആഡ് ചെയ്താലും ഈ നമ്പറുകളിലേ വരുന്നുള്ളൂ. നോക്കി ഇതിനകത്ത് 6 എലമെന്റ്സ് കിട്ടി. അപ്പൊ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 and 10 എന്ന് പറയുന്നത് സെറ്റ് 2 4 6 8 10 0 ആണ് കിട്ടി. ഇത്ര മനസ്സിലായോ? ഇനി നമുക്ക് അപ്പൊ നമ്മള് GCD 1 ഉള്ളത് പറഞ്ഞു, GCD 2 ഉള്ളത് പറഞ്ഞു. ഇനി നമുക്ക് GCD 3 ഉള്ളത് നോക്കാം. GCD 3 ഉള്ളത് രണ്ടെണ്ണമാണ്. GCD 3 ഉള്ളതെന്ന് പറയുന്നത് അപ്പം GCD ഓഫ് 3 and 12 is equal to GCD of 9 and 12 equal to 3. Therefore, cyclic group generated by 3ഉം cyclic group generated by 9ഉം സെയിം ആയിരിക്കില്ലേ? സൈക്ലിക് രണ്ടിന്റെയും GCD ഓഫ് S and N GCD ഓഫ് T and N ഉം സെയിം ആയതുകൊണ്ട് സൈക്ലിക് ഗ്രൂപ്പുകൾ സെയിം ആയിരിക്കും, ജനറേറ്റ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. അതിന്റെ അകത്ത് നമ്പർ ഓഫ് എലമെന്റ്സിനെ നമുക്ക് നോക്കാം. GCD 3 ആയതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ cyclic group generated by 3 equal to cyclic group generated by എന്ന് പറയുന്നത് n/3 അത് 12/3 equal to 4 വരും. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ cyclic group generated by 3ഉം 9ഉം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? cyclic group generated by 3 equal to cyclic group generated by 9 is equal to 3 ഉള്ളപ്പം 3 + 3 6 വരണം, 6 ഉള്ളപ്പം 9 വരണം, 9 ഉള്ളപ്പം 12 വരണം. പിന്നെ വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ 3ഉം 9ഉം വെച്ച് ജനറേറ്റ് ചെയ്യുന്നത് 3 6 9 0. അപ്പൊ നമുക്ക് 1 2 ആദ്യത്തേത് 3 അപ്പൊ മൊത്തം 1 2 3 4 കിട്ടി. 5 6 7 8 എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് 4 വരുന്നതുണ്ട്. GCD of 4 and 12 equal to GCD of 8 and 12 ആണ്. രണ്ടിന്റെയും GCD സെയിം ഈക്വൽ ടു 4 ആയതുകൊണ്ട് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 ആയിരിക്കും. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 എന്ന് പറയുന്നത് 12/4 ഈക്വൽ ടു 3 എലമെന്റ്സ് അതിന്റെ അകത്ത് വരുള്ളൂ അല്ലെ. നമ്പർ ഓഫ് എലമെന്റ്സ് ഡിവൈഡ് ബൈ GCD വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അതിന്റെ എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ 4ഉം 8ഉം 0ഉം ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്തത് കിട്ടി. അപ്പൊ നമ്മൾ 4 കൺസിഡർ ചെയ്തു, 3 കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് എന്താ? 6 വരുന്നതല്ലേ. ഇനി 6 വരുന്നത് നോക്കുക. 6 വരുന്നത് നമ്മൾ നോക്കുമ്പോൾ 6ന്റെയും 12ന്റെയും GCD 6 ആ. വേറെ ഒന്നിന്റെയും GCD 6 വരുന്നില്ല. അപ്പം നമുക്ക് GCD 6 ആയതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് in 6 is equal to 12/6 equal to 0. അപ്പം സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 6ന്റെ അത് ഏതൊക്കെ എലമെന്റുകൾ വരും? 6ഉം 0ഉം മാത്രമല്ലേ വരുവുള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും കൺസിഡർ ചെയ്യാനുണ്ടോ? നമ്മളിപ്പോ 1 2 3 4 5 6 7 8 9 10 1 കൺസിഡർ ചെയ്തിട്ടില്ല. 1ന്റേത് 12ന്റെയും കൂടെ ഉള്ളത് 1 ആണ്.
പിന്നെ ഉള്ളത് ഐഡന്റിറ്റി എലമെന്റ് 0 വെച്ചിട്ടുള്ളത് എന്തായാലും അത് തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ സബ് ഗ്രൂപ്പുകളുമായി. അപ്പൊ നമ്മൾ നോക്കിയേ, അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്തു സബ് ഗ്രൂപ്പുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്തനുസരിച്ച് ആദ്യത്തെ സെറ്റ് വരുന്ന സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 1 ഈക്വൽ ടു 5 ഈക്വൽ ടു 7 ഈക്വൽ ടു 11 ഇസ് ഈക്വൽ ടു Z12. ആദ്യത്തെ സെറ്റ് നമുക്ക് കിട്ടിയത് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 1, 5, 7, 11 ആണ്. 4 എണ്ണം Z12 തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് 2ഉം 10ഉം ആയിരുന്നു. അതിന്റെ അകത്ത് 6 എലമെന്റ്സ് ഉണ്ട്. പിന്നെ 2 ഈക്വൽ ടു 10 ഈക്വൽ ടു 2, 4, 6, 8, 10, 0 കിട്ടി. പിന്നെ നമ്മൾ 3 ഉള്ളത് നോക്കി. 3 GCD വന്നത് അത് 3ഉം 9ഉം ആണ്. 3ഉം 9ഉം എടുത്തപ്പം നമുക്ക് 0, 3, 6, 9 കിട്ടി. ഇനി നമുക്ക് 4ഉം 8ഉം ഉള്ളതാണ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തത്. അതിന്റെ അകത്ത് 3 എലമെന്റ്സേ ഉള്ളൂ, 0ഉം 4ഉം 8ഉം. പിന്നെ നമ്മൾ 6 ജനറേറ്റ് ചെയ്തത് 0ഉം 6ഉം. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കിട്ടി. ഇനി ഉള്ളത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 0 ആണ്. അത് 0 മാത്രമേ ഉള്ളൂ. 0 മാത്രം വെച്ച് ജനറേറ്റ്. ഇതാണ് ഇതിന്റെ സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, എല്ലാ നമ്പറുകളും അതായത് 1 തൊട്ട് 11 വരെയുള്ള എല്ലാ നമ്പറുമായിട്ട് 12ന്റെ GCD നോക്കുക. ഒരേ GCD ഉള്ള എലമെന്റുകൾക്ക് നമ്പർ ഓഫ് എലമെന്റുകൾ സെയിം ആയിരിക്കും, അതിന്റെ സൈക്ലിക് സബ് ഗ്രൂപ്പും സെയിം ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ ആദ്യം എല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാം. സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ Z12 എന്ന് പറയുന്നത് 1 തന്നെയാണ്. എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ Z2 ഉണ്ട്, പിന്നെ 2 വെച്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, 3 വെച്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ആയിട്ടല്ലേ 4 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന വരുന്നത് നോക്കിയേ. 2 കാരണം 0ഉം 4ഉം 8ഉം ഇതിന്റെ അകത്തും വരുന്നുണ്ട്. 4, 8, 0. അപ്പൊ നമ്മൾ 2 എഴുതുന്നതിന്റെ നേരെ അടിയിൽ നമുക്ക് 4ഉം എഴുതാം. കാരണം 2വിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ടാണ് 4 വരുന്നത്. Z12ന്റെ സബ് ഗ്രൂപ്പ് 2 എഴുതി, അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ടാണ് ഈ 4 വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് 3 എഴുതാം. 3 ഇതുമായിട്ട് നോക്കുമ്പോൾ 3 ഇതുമായിട്ട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ Z12 2 എഴുതി, 3 എഴുതി. 4 എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി 6 നോക്കിയേ. 6 ഈ 3ക്കകത്തല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് 6 എന്ന് എഴുതാലോ. എന്നിട്ട് ഇതിലെല്ലാം കൂടെ കൂട്ടി 0യിലോട്ട് വരച്ചു. നോട്ടിൽ ഞാൻ 6 വിട്ടു പോയിട്ടുണ്ടേ. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് വരച്ചേക്കാവോ? ഞാൻ നോട്ടിന്റെ അകത്ത് ഇവിടെ ഇടയ്ക്ക് 6 വിട്ടു പോയതാണ്, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നോട്ടില് ഇവിടെ ഇടയ്ക്ക് ഒരു 6ഉം കൂടി ഉണ്ട്. ഇങ്ങനെ ചേർത്താൽ മതി, 6 ഇവിടെ അങ്ങ് ചേർത്താൽ മതി. കാരണം 3യുടെ സബ് ഗ്രൂപ്പ് ആയിട്ടാണ് 6 വരുന്നത്. ആദ്യം 12, 2ഉം 3ഉം വരച്ചു. 2വിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ടാണ് 4 വരുന്നത്, 3യുടെ സബ് ഗ്രൂപ്പ് ആയിട്ടാണ് 6 വരുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സബ് ഗ്രൂപ്പ് ആയിട്ടാണ് 0 വരുന്നത്.